ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇവക്കുട്ടീൻ്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ളൊരു ചെറുതല്ല വലിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഇവക്കുട്ടി ഇവിടുന്ന് സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്, എന്നാലും ഇതേ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ആക്കി കൊടുക്കുന്നത് കൊതുവിൻ്റെ ആ ഒരു ലോഷനാണേ. നല്ല കൊതുവാണ്. ഇതാക്കിയില്ലെങ്കിൽ ഡെയിലി ഓരോന്ന് വെച്ച് കടിച്ചിട്ട് വരുന്നുണ്ടാവും. നല്ല ചോന്നിട്ടുണ്ടാവും കേട്ടോ കയ്യിലൊക്കെ. അപ്പോൾ ഇന്നലെ ഒന്ന് കടിച്ചതിൻ്റെ നല്ലോണം ചൊറിയുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കാണിച്ചു തരുന്നത്. രാവിലെ തന്നെ ഇവക്കുട്ടീനെ മുടി കെട്ടുന്നത് വലിയ പണിയാട്ടോ. ഇത് ഇപ്പം ഇങ്ങനെ ഉണ്ടാവുക, നല്ല ചിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ട് സൈഡിൽ മുടി കെട്ടാൻ ഇഷ്ടമേ അല്ല. എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് സൈഡിൽ തന്നെയാട്ടോ മുടി കെട്ടിയിട്ട് പോവൽ. പിന്നെ ഞാൻ രാവിലെ തന്നെ തലയൊന്നും കുളിപ്പിക്കാറില്ല. നല്ലോണം പേനും ഈരൊക്കെ വരും. ഇങ്ങനെ കെട്ടിയിട്ട് രണ്ട് സൈഡിലൊക്കെ കെട്ടിയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ രാവിലെ തല കുളിക്കാതെ തന്നെയാട്ടോ മുടി കെട്ടൽ. രണ്ട് സൈഡാക്കിയിട്ട് മടഞ്ഞിട്ട് കെട്ടി കൊടുക്കുക ചെയ്യൽ. ഇതാ വേഗം എടുത്ത് വെച്ച് ചാടെടുത്ത് ദോശ ഒന്നെടുത്താൽ മതി, ചെറുത്. ഇന്ന് സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റിന് റാഗീൻ്റെ ഒരു ദോശയും അതേപോലെ അതിൽ കുറച്ച് പൊട്ടറ്റോൻ്റെ നമ്മുടെ മസാല ദോശേൻ്റെ മസാല പോലെ ഒന്നാക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുക്കുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ സ്നാക്സ് ആയിട്ട് കുറച്ച് ചെറിയും അതേപോലെ ഒരു ബിസ്ക്കറ്റും മാത്രം വെച്ചിട്ടുണ്ടേ. അപ്പോൾ ചെറിയൊക്കെ ആകുമ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ മാത്രമേ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ, അത് കഴിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്നാക്സ് മാത്രം എടുത്തിട്ട് പോവുക ചെയ്യൽ. ഇതിനെ ഞാൻ കളർ ചെയ്യും. കേട്ടിനെ വെക്കട്ടെ, ഞാൻ കളർ ചെയ്തോളൂ. ആകും ചെയ്യും, മതി. ബുക്ക് എടുത്ത് വെക്കാടുത്. ഞാൻ കണ്ടിട്ടില്ല, നീ എടുത്ത് വെക്ക്, ബുക്ക് എടുത്ത് വെക്ക്. പോവാനായി അച്ഛൻ തേക്കും ഇന്ന്. ഇനി ഡെയിലി അച്ഛൻ തേക്കും, ഞാൻ തേച്ച് കൊടുക്കൂല. അച്ഛനെ കൊണ്ട് എന്തില്ല വന്നേ ആന്ന്. അല്ല വെക്കൂ. നീ ബാഗു ഇതെല്ലാം എടുത്തു. ഈ ബോട്ടിൽ എന്തിനാ കുഴപ്പമില്ല, ഇതെല്ലാം തിന്ന് തീർത്തിന് വെക്കട്ടെ. ഇതാ ഫുള്ള് തിന്ന് തീർത്തിന്. നടന്നു ബൈ പറഞ്ഞേ. ഇതിലല്ല അച്ഛനോട് ചൊറിയുന്നുണ്ടോ? ഇങ്ങനെ പിടിക്കാം, അമർത്തി പിടിക്കാൻ നേരം അത് പോകും. ഇല്ല ചൊറിയില്ല, ഇവിടേക്ക് വേണ്ടും അങ്ങനെ പിടിച്ചാൽ മതി. ഒന്നുകൂടെ പിടിച്ച് നോക്കിയാ ബാഗ് ഇട്ടാ കാണിച്ചേ. ബാഗിൽ കാണിച്ചേ, മര്യാദക്കല്ലേ? ഓക്കെ. ബാഗിൽ എന്താ കിട്ടിയുള്ളത്? എന്താ ഉള്ളത്? തുറക്കണ്ട, പറ എന്താ ഉള്ളേ പറ. ബാഗിൽ കവറായിട്ടാ, വേറൊന്നുമല്ല. കുട്ടീൻ്റെ വേറൊരു സാധനമല്ല, കവർ. അപ്പം ലൊലു പോകുമ്പോൾ ഇപ്പം കവറും എടുത്തിട്ട് പോകണം അല്ലേ? എന്താ വേണ്ട നമുക്ക്? ലോലിപ്പോപ്പ ഇല്ലടാ, ഒന്നുമല്ല. നടക്കേ. ലോലിപ്പോപ്പ് കിട്ടിയില്ലേ? ഇന്ന് നടക്കൂലേ നോക്കട്ടെ? നടക്കൂലേ? നടന്നു വന്നാൽ ഓക്കെ, നടക്കുന്നാല്. എന്താ നോക്കിട്ട് നോക്കുന്നേ?
ലുലുക്കോപ്പിൽ വേഗം തീർക്കണം കേട്ടോ. ഇതിൽ പറഞ്ഞേ ബൈ പറഞ്ഞേ കുട്ടി. ബൈ ലുലു, പോയിട്ട് വരാം. നാളെ ഇവകുട്ടിക്ക് സ്കൂളിൽ കുക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പം നാളെ ഉണ്ടാക്കുന്ന പാനിപ്പൂരിയാണ്. അപ്പോൾ ഓരോ കുട്ടിക്ക് ഓരോരോ സാധനങ്ങൾ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യൽ. ഇവകുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു പൂരിയാണ് കേട്ടോ. പാനിപ്പൂരിൻ്റെ ആ ഒരു പൂരി എടുത്തിട്ട് വരാനായിരുന്നു ഇവകുട്ടിക്ക് ഉള്ളത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ലുലുവിലേക്ക് പോകുന്നത്. നല്ല വെയിലായിരുന്നു. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ. ഗ്ലാസ് എവിടെ വെച്ചേ? ഗ്ലാസ് വേണ്ട കേട്ടോ. ഇത് ഈ പ്ലേറ്റ് മതി നമുക്ക്. ഈ പ്ലേറ്റ് മതി, ഈ പ്ലേറ്റ്. എടുക്കണ്ട അത് മതിയുടെ, അത് മതി നമ്മളെടുത്തത് മതി. ഓക്കെ, വാ പോവാലോ. വേറെ എടുക്കണ്ടേ ഇപ്പൊ കുട്ടിക്കനെ? ഇനി എന്താ എടുക്കണ്ടേ? പാനിപ്പൂരിൻ്റെ പൂരി. സ്പൂൺ വേണ്ട, വേണ്ട, അത് മാം ആക്കി തരും. എടുത്ത് തരും. ഇല്ല, അത് മാം എടുത്ത് തരും. മാം തരും. അപ്പം സ്പൂണ് വേണ്ട. സ്പൂണ് വീട്ടിലുണ്ട്. ആ ഉണ്ട്, വാ. വേണ്ട പിന്നെ ഇവക്കിട്ടേക്ക് ഇപ്പോൾ സ്പൂണിനെ കൊണ്ടൊന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് പിന്നെ വാങ്ങിക്കാം. വെക്കേഷൻ ആയാലൊക്കെ വാങ്ങിക്കാം, നോക്കാം കേട്ടോ. അപ്പോൾ ഇവക്കിട്ടേക്ക് ഉണ്ടല്ലോ. ഇവക്കിട്ടിൻ്റെ പ്ലേറ്റ്, ഇവക്കിട്ടിൻ്റെ വീട്ടിലുള്ള തീ പ്ലേറ്റ്. ആ അതേ സ്പൂൺ അടച്ചേ. അല്ലല്ല, ഡേറ്റ് നോക്കാം. ഡേറ്റ് ഒരു 13. വേണ്ട ഇവ കിട്ടി. അല്ലല്ലേ, തണുപ്പ്. ഒന്നും വേണ്ട. വാ, പാനിപ്പൂരി ഇറങ്ങിക്കോ. അതോ എന്ത് ചോക്ലേറ്റാണെന്ന് അറിയില്ലടാ, നമ്മ കണ്ടില്ല. ഇതിന്ന് കണ്ടതോ? റോളപ്സ് എന്താണെന്നറിയില്ല കേട്ടോ. അവിടെ വെച്ച് ഇല്ല, ഒരു ലോഡ് ലോലിപോപ്പ് ഉണ്ട് വീട്ടിൽ, അത് മതി. വെറുതെ നോക്കാനാ. ഈ ഒരു വലിയ പാക്ക് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പാനിപ്പൂരിൻ്റെ ആ ഒരു പൂരി ഉണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് വലിയ കുറേ ഉണ്ട്. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് എപ്പോഴും ഒന്നും ആക്കുന്നൊന്നുമല്ലല്ലോ. അപ്പോൾ ചെറിയ പാക്ക് നോക്കിയിട്ട് ചെറിയ പാക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ വലിയ പാക്ക് എടുത്തിട്ടാണ് ആക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറെ 2-3 സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവ കിട്ടിയത് നേരെ ചോക്ലേറ്റ് സെക്ഷനിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ നേരെ ബില്ലൊക്കെ കൊടുത്തിട്ട് വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് ഇന്ന് ഇവകുട്ടിക്ക് ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് വെറുതെ എന്നാലും ഒന്ന് കയറി നോക്കുന്നൊക്കെ ഉണ്ട്. പായപൂരി അല്ല, പാനിപ്പൂരി. കട്ട് ചെയ്യണം. ഇത് ഓപ്പൺ ആക്കി സിപ്പ് ഓപ്പൺ ആക്കിയാൽ മതി അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്യണ്ടാവോ? കട്ട് ചെയ്യാനല്ല, ഇങ്ങനെ കട്ട് ചെയ്യാനോ ഉണ്ടാവുകയെന്ന്. ഇത് നല്ല കട്ട്, നല്ല മറ്റേ ബിസ്ക്കറ്റ് പോലെ ഉണ്ട്. ഇത് അവിടെ വെക്ക്, നമുക്ക് ചൂടാക്കിയിട്ട് ഇടാലോ. ഇടാനായിട്ടില്ല, അത് ചൂടാവട്ടെ, നല്ലോണം ചൂടാവട്ടെ. ആയില്ല, പിടിച്ചു നോക്കി വിടുന്നുണ്ടോ? അല്ല, കുറച്ചും കൂടെ കുറക്കട്ടെ. നല്ല ചൂട്. പൊട്ടിപ്പോയി, ഫസ്റ്റത്തെ ആയി. ഇത് നിലത്ത് വീണ് പോയി, എടുക്കണ്ട കേട്ടോ. അപ്പൊ ഗൈസ് റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇതില് 15 എണ്ണം ഇവിടെ കൊണ്ടുപോകേണ്ടത്. ഇത് 2 എണ്ണം കരിഞ്ഞു പോയി, ഇത് 2 എണ്ണം കുഞ്ഞായിപ്പോയി. അത് നമ്മൾക്ക് തിന്നാം. അത്തുന്ന് ഇങ്ങനെ ആക്കുക. പൊട്ടുന്നുണ്ട് അത് അവിടെ. അയ്യോ, കട്ടി പൊട്ടുന്നുണ്ട്. നമുക്ക് ബോക്സിലൊക്കെ എടുത്തു വെക്കണം. ഇതെങ്ങനെയാ കുട്ടി പൊട്ടാണ്ട് കൊണ്ടുപോവാ സ്കൂളില്? ഇത് ബോക്സിൽ ഇടുവാ. ഒന്നാവൂല. ആ ഓക്കെ, നോക്കാം കേട്ടോ. അത് തണിയട്ടെ, നല്ല ചൂണ്ടിപ്പോ. അതെവിടെ വെക്ക? അത് എന്ത് തിന്നാനാ പോന്ന്? എന്ത് ഒന്നിനും കേട്ടിട്ട് തിന്നാനാ?